പുനർജനിയുടെ മാജിക് ഓഫ് മാജിക് ഡേ 2 സ്വാഗതം. കൃതജ്ഞത എന്നത് ഒരു കണ്ടെത്തലാണ്, നമ്മിലുള്ള നിറവുകളെ കണ്ടെത്തൽ. കേവലം വാക്കുകൾക്കുപരിയായി ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു ഫീലാണത്. മനസ്സിനെ ആർദ്രമാക്കുന്ന ഹിമഗണം പോലെയാണത്. മറ്റുള്ളവർ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോഴോ സമ്മാനം നൽകുമ്പോഴോ പറയുന്ന താങ്ക് യു എന്ന ഒരു വാക്കു മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ്. അത് പറയുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാണ് എന്ന അർത്ഥവുമില്ല. കൃതജ്ഞതയുടെ അത്ഭുതം ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ഒരു അത്ഭുതമായി മാറും. മാന്ത്രികത പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും. അതിന് മനഃപൂർവ്വം കൃതജ്ഞതയെ നമ്മിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരിക. പിന്നീട് കൃതജ്ഞത നമ്മുടെ ജീവിതത്തിലേക്ക് മാന്ത്രികതയെ കൊണ്ടുവരും. നമ്മുടെ ബന്ധങ്ങൾ സന്തോഷകരവും അർത്ഥവത്തായി മാറും. നമ്മൾ ആരായാലും എവിടെയായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നന്ദിയുടെ മാന്ത്രികത നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളെ പരിശോധിക്കുക. പണം, ആരോഗ്യം, സന്തോഷം, ജോലി, വീട്, ബന്ധങ്ങൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധവും വിസ്മയകരവുമായ മേഖലകളിൽ ആണ് നമ്മൾ കൃതജ്ഞത കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഫലമായി മാജിക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. ദരിദ്രവും അതിശയകരവുമല്ലാത്ത മേഖലകളിൽ നന്ദിയുടെ അഭാവം നമുക്കുണ്ടാകാം. നന്ദിയുള്ളവരാണെങ്കിൽ കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കും. എങ്കിൽ നന്ദിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും കുറവായിരിക്കും. ജീവിതത്തിൻ്റെ മാന്ത്രികതയെ അത് തടയുന്നു. നന്ദിയില്ലായ്മ ജീവിത പുരോഗതിയെ തടയുന്നു. സ്വീകരിക്കാൻ നമ്മൾ നൽകണം. ഇത് നിയമമാണ്, പ്രപഞ്ച നിയമമാണ്. കൃതജ്ഞത പ്രകടിപ്പിക്കണം. ഇല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നവയെ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മെ സ്വയം തടയുകയാണ് ചെയ്യുന്നത്. കൃതജ്ഞതയില്ലെങ്കിൽ മാന്ത്രികത ജീവിതത്തിൽ നിന്നും മാറുന്നു. ഉള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കും, ഇല്ലാത്തവന് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റെ രഹസ്യവും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ കഴിയും: നന്ദിയുള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കും, നന്ദിയില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കും. കൃതജ്ഞത എന്നത് കേവലം ഒരു വാക്കല്ല, അതൊരു ജീവിത ശൈലിയാക്കി മാറ്റുക. ഇന്ന് സെക്കൻഡ് ഡേയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ, മാജിക് ബുക്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ 15 വയസ്സ് വരെ, അതായത് നമ്മളുടെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച 5 നന്മകളെ ഓർക്കുക. സ്കൂൾ ജീവിതത്തിൽ 15 വയസ്സ് വരെ നമ്മൾ അനുഭവിച്ച 5 നന്മകൾ, ആ നന്മകൾക്ക് കാരണമായവരെ ഒക്കെ നമുക്ക് ഓർക്കാം. അവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന എനർജിയെ ഒരു സ്റ്റോണിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണായിട്ട് കല്ലുകൾ എടുക്കാം, പെബിൾസ് എടുക്കാം, പ്ലാസ്റ്റിക് അല്ലാത്ത കുരിശു രൂപമാണെങ്കിലോ രുദ്രാക്ഷമാണെങ്കിലോ, അതുപോലെ തന്നെ വളരെ പവർഫുള്ളായ നമ്മളുടെ താലിയാണെങ്കിലോ ഒക്കെ ഉപയോഗിക്കാം. കല്ല് ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കല്ലിനും ജലത്തിനും എനർജിയെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടത് എന്ന് പറയാം. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് അന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ നന്മകളെയും ഓർക്കുക. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകിയ, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നിയ ആ ഒരു അനുഭവത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ഫീൽ ചെയ്യുക. അതിനുവേണ്ടി നന്ദി പറയുക. ആ സമയത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ
ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്താണോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണായി ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഉള്ളം കൈയിൽ മടക്കി സൂക്ഷിക്കണം, കൈക്കുള്ളിലാക്കി വെക്കണം. അത് കൈ അടച്ചുകൊണ്ട് അതിനെ മുറുകി പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യം ഓർക്കുന്നത്. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 3-4 മിനിറ്റ് അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ വൈബ്രേഷണൽ എനർജിയെ ഈ സ്റ്റോണിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ എനർജി ഈ സ്റ്റോണിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോൺ തലയാണയുടെ അടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക. ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം TV കാണുകയോ മൊബൈൽ കാണുകയോ ചെയ്യരുത്. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. അതിനുശേഷം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ സ്റ്റോൺ എടുത്ത് കയ്യിൽ വെച്ച് ആ എനർജി ഫീൽ ചെയ്യുക. കുറച്ച് സമയം ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി നമ്മൾ തലേ ദിവസം ഇന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർഫുള്ളായിട്ടുള്ള എനർജിയെ ആ കൈകളിൽ ആ കല്ല് എടുത്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് ഫീൽ ഇറ്റ് കുറച്ച് സമയത്തേക്ക്. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, 15 വയസ്സ് വരെ, ഓർമ്മ വെച്ച നാൾ മുതൽ 15 വയസ്സ് വരെ നമുക്കുണ്ടായിട്ടുള്ള 5 അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. രണ്ടാമതായി ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.